Last day we have ended our portion with the inventory control. Okay, inventory control and the importance and what is meant by inventory control. These all were discussed by the last lecture. So today we are moving on to the functions of inventory control. So inventory നല്ല രീതി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് for the firm. That is the major functions. So first one is the timely availability of material. That is, if we having a control, we can ensure that the materials are available for the proper functioning at the right time. Right time la production വേണ്ടിയിട്ടുള്ള materials എല്ലാം correctly timely തന്നെ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യുന്നത്. സോ ഇറ്റ് എൻഷുവേഴ്സ് ദ ടൈംലി availability of materials for the production activities. Second one is better control of financial resources. That is, it always minimizes the capital investment in the stock of materials. നമ്മൾ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് മീൻസ് ദ ഇൻവെൻട്രി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ക്യാഷിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, or the working capital. So if we are having a better control over the inventory or the raw materials, then we can reduce this capital investment കുറയ്ക്കാൻ പറ്റും. So otherwise നമ്മളുടെ വേസ്റ്റേജും ഇപ്പം ഇൻവെൻട്രി പ്രോപ്പർലി അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നതില്ലെങ്കിൽ ദർ വിൽ ബി മേജർ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇൻ കേസ് ഓഫ് വേസ്റ്റേജ് ഇറ്റ് ഈസ് ലീഡിങ് ടു ദ ഡിക്രീസ് ഇൻ ദ ക്യാപിറ്റലിൻ്റെ ഓവർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ് നടക്കുന്നത് നമ്മൾ ഇൻവെൻട്രി മാനേജ് ചെയ്തില്ലെങ്കിൽ, ബിക്കോസ് വി ആർ spending a lot. But if we are doing a wise spending in the inventories, we can have a healthy practice of financial stability. Financial stability നിലനിർത്താനും ഇൻവെൻട്രി കൺട്രോൾ കൊണ്ട് സാധിക്കും. തേർഡ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻവെൻട്രി ഫ്രം ലോസസ്. പല ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പല രീതിയിലൊക്കെയാണ് നമ്മൾ ഇൻവെൻട്രീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടതുണ്ട് എന്തെല്ലാം മെത്തേഡ്സിലാണ്. ബൈ യൂസിങ് ദീസ് സ്ട്രാറ്റജി വി ക്യാൻ വി ക്യാൻ റെഡ്യൂസ് ദിസ് ലോസസ് കോസ്റ്റ് ഇൻ ഇൻവെൻട്രി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്, അതെല്ലാം കുറയ്ക്കുക. അങ്ങനെ ദ റിസ്ക് ഓഫ് ലോസ് ഫ്രം ദി ഫ്രോഡ് ആൻഡ് ത്രെഫ്റ്റ് can also be reduced. ഇപ്പം നമ്മൾ ഇൻവെൻട്രിക്ക് ഒരു പ്രോപ്പർ കൺട്രോൾ ഇല്ല ആൻഡ് ദ ഇൻവെൻട്രീസ് ആർ എക്സ്പെൻസീവ് വൺസ്, അങ്ങനത്തെ ഇൻവെൻട്രി ഉള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ടാവും. ബട്ട് ഇഫ് എനി തെഫ്റ്റ് ഹാപ്പൻസ് ഓർ ഫ്രോഡ് ഹാപ്പൻസ്, നത്തിങ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഇഫ് വി ആർ നോട്ട് ഹാവിങ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദിസ്. നമുക്കിതിൻ്റെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഇൻവെൻട്രി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം യൂസ് ചെയ്തു, ഇനി എത്രത്തോളം ബാക്കിയുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ അവിടെ ഒരു ഫ്രോഡ് നടന്നാലോ തെഫ്റ്റ് നടന്നാലൊന്നും നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനും ഒബ്സലൻസും ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഇഫ് വി ആർ നോട്ട് ഹാവിങ് എ പ്രോപ്പർ അനാലിസിസ് ഓഫ് അവർ സ്റ്റോക്ക്. So by a better inventory control, we can protect this inventory from all kind of losses such as the other damages and also theft and frauds. Okay, next one is it act in protection against uncertainty of demand and supply. We know that every time the market will not be demanding a product. എല്ലാ സമയത്തും ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. ഇറ്റ് മേ ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ്. ചില ടൈമിൽ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലായിരിക്കാം, ചില ടൈമിൽ കുറവായിരിക്കും. ഇറ്റ് ബേസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്. സോ ഇൻ ദാറ്റ് കേസ് ചിലപ്പോൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെൻട്രീസ് അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ലോസസ്. നമുക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാവും, നമുക്ക് ആ പ്രോഫിറ്റിൽ ഗെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ആൻഡ് വി വിൽ ലൂസ് എ കസ്റ്റമർ ഇൻ കേസ്. അങ്ങനെ കസ്റ്റമറെ യൂസ് ചെയ്താൽ നെക്സ്റ്റ് ടൈം തൊട്ട് അയാൾ നമ്മുടെ അടുത്ത് വരണോ അതോ അവൈലബിൾ ആയ ഒരാളെ ആയിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. സോ if we are having a better control, then we can protect against the uncertainty. In any case of uncertainty also we should be able to provide the goods. Okay, that is the next one. And the next one is the preparation of accurate material reports. That is, if we are having a better or a proper inventory control, we can have a continuous inventory system, ഒരു പെർപ്പച്വൽ സിസ്റ്റം ഉണ്ടാവും. അതിനകത്ത് നമുക്ക് മെറ്റീരിയൽസ് റിപ്പോർട്ട് ചെയ്യാം, എത്ര സിസ്റ്റം ആ റെക്കോർഡ്സ് ഉണ്ടാവും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്ത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ബാലൻസ് എന്ത്, അതിനനുസരിച്ച് മാത്രം നമ്മൾ ഡിസിഷൻ എടുത്ത് പ്രോപ്പറായിട്ട് ഗുഡ്സ് എത്തിച്ചാൽ മതി. അപ്പം അങ്ങനെ മെറ്റീരിയൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് റിസൾട്ട്സ്. ദാറ്റ് ഈസ്
ഇഫ് യു ആർ ഹാവിങ് എ പ്രോപ്പർ വാലുവേഷൻ, നമ്മൾ ഇൻവെൻട്രീസ് പ്രോപ്പറായിട്ടാണ് യൂസ് ചെയ്തത്, നമുക്ക് ഇൻവെൻട്രീസ് ഉണ്ടായിരിക്കുന്ന കോസ്റ്റിനെ കവർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ റവന്യൂക്ക്, ഓർ ഇഫ് ഇറ്റ് ഇസ് കോസിങ് എനി ലോസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി വെരി ഈസിയർ ടു ഡിറ്റർമിൻ ദ റിസൾട്ട്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, എത്രത്തോളം റവന്യൂ ഉണ്ട്, അതിൽ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് എന്നുള്ള ഫുൾ കാൽക്കുലേഷൻ നമുക്ക് ഇൻവെൻട്രി ബെറ്റർ കൺട്രോളിലാണെങ്കിൽ നടക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മിനിമൈസ് ദ വേസ്റ്റേജ് ആൻഡ് ദ റേറ്റ് ഓഫ് ഡിറ്റോറേഷൻ. ദാറ്റ് ഈസ് വേസ്റ്റേജ് കുറയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ലോസസിൽ പല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ കെയർലെസ്നെസ് കാരണം നമുക്ക് കുറേ നഷ്ടമാവും. പക്ഷെ അതൊന്നും പ്രോപ്പർലി മാനേജ് ചെയ്യുന്നവരല്ലെങ്കിൽ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ, ദ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ഹാൻഡ്ലിങ് ദീസ് വിൽ ഓൾസോ ഹാവ് ലിറ്റർ കെയർ അബൌട്ട് ദാറ്റ്. അവരും കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല. ദേ വിൽ ജസ്റ്റ് ട്രാൻസ്പോർട്ടഡ് വിത്തൗട്ട് സീയിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് ഇഫ് ദർ ഇസ് എ പ്രോപ്പർ കൺട്രോൾ ആൻഡ് സംബഡി ഈസ് ടു ചെക്ക് ദം, ദെൻ ദേ വിൽ ബി കെയർഫുൾ ആൻഡ് വിൽ ഹാൻഡിൽ ദ പ്രോഡക്ട്സ് ഓൾസോ കെയർഫുള്ളി. അതേപോലെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ നഷ്ടപ്പെടാത്ത രീതിയിലും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവിങ് എ ബെറ്റർ ഇൻവെൻട്രി, നമ്മളുടെ ഇൻവെൻട്രി വന്നത് എവിടെ നിന്നാന്നുള്ള റെക്കോർഡുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ മോശമായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ ആ ആൾക്കാരിൽ നിന്ന് വാങ്ങത്തില്ല. ബിക്കോസ് വി നോ ദാറ്റ് ദ ലോഡ് ടേക്കൺ ഫ്രം ദാറ്റ് സപ്ലയർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അങ്ങനെ ഡിഫക്റ്റീവ് കണ്ടാൽ പിന്നെ നമ്മൾ അവരെ യൂസ് ചെയ്യില്ല. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ്. എങ്ങനെയൊക്കെ ഇൻവെൻട്രി കൺട്രോൾ നമ്മുടെ കമ്പനീനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ടൈംലി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, ബെറ്റർ യൂസ് ഓഫ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ്. We protect inventory from the losses and also the wastage and reduce the rate of deterioration. Protection against the uncertainty of demand and supply. Preparation of the accurate material report and also determination of these results. എന്താണ് പെർഫോമൻസ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി മേജർ ഫങ്ഷൻസ് ഓഫ് എ ഇൻവെൻട്രി സിസ്റ്റം. നെക്സ്റ്റ്, ഈ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ പല കാരണങ്ങളുണ്ടാവും. വെച്ചാൽ പല ഫാക്ടേഴ്സ് നമ്മുടെ ഇൻവെൻട്രി കൺട്രോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് that is being discussed, and the first one is the characteristics of the manufacturing system. നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണ്, അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനോ പ്ലാനിങ് പ്ലേ ഔട്ട്, ഇതെല്ലാം ഇൻവെൻട്രീനെ ബേസ് ചെയ്യും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇപ്പോൾ ഏത് രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ലേ ഔട്ട് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഭാഗം എവിടെ ഉണ്ടാക്കണം എന്നതിൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ അത് പ്രോപ്പർലി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നോർമലി അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻവെൻട്രീസ് മാനേജ് ചെയ്യേണ്ടത്. ഇൻവെൻട്രി ഷുഡ് ബി ഗിവൺ ഹിയർ. ഫസ്റ്റ് ഇൻവെൻട്രി ഇവിടെ കൊടുക്കേണ്ടി വരുള്ളൂ. അവിടുത്തെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം അടുത്തടുത്ത റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. സോ ദ അവൈലബിലിറ്റി ടു മേക്കിംഗ് അവൈലബിൾ ദ റിസോഴ്സസ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദി മാനുഫാക്ചറിങ് പ്രോസസ്, ദ layout and the major design and the plan of the production. Okay, so this is the first factor influencing the inventory control. Second one is the degree of specialization and the differentiation of the product at the various stages. So നമ്മുടെ സ്പെഷ്യലൈസേഷൻ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയലിൽ നിന്ന് ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ പല ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ. ആദ്യം ഫൈനൽ അസംബ്ലി ഉണ്ടാവുന്നുണ്ട്, അതിനും ശേഷം പാക്കേജ് വരെ ചെയ്ത് കഴിയണം. അപ്പം ഇങ്ങനെയുള്ള ഓരോ പ്രോസസ്സിലും ഏത് രീതി ആ പ്രൊഡക്റ്റിന് ഡിഫറൻസിയേഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് ആദ്യം എങ്ങനെ ഇരുന്നോ അങ്ങനെ ആയിരിക്കില്ല ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ പ്രൊഡക്റ്റ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദർ ഷുഡ് ബി എ റൈറ്റ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ദി സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ എല്ലാം സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള കാറ്റഗറി എന്തായാലും ഉണ്ടാവും. ഇടയ്ക്കൊരു സ്റ്റൈൽ എത്തുമ്പോഴായിരിക്കും അവർ സ്പെഷ്യലൈസ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഒരു ജ്യൂസ് കമ്പനി അവർ ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജ്യൂസ് ഫില്ലിംഗ് കമ്പനിയാണെന്ന് വെച്ചാൽ ജ്യൂസ് ബോട്ടിൽസിൽ ഫില്ല് ചെയ്യുന്ന കമ്പനി. ഇൻ ദാറ്റ് കേസ് ദേ വിൽ ബി ഹാവിങ് എ ബോട്ടിലിംഗ് യൂണിറ്റ്. അപ്പോൾ ആദ്യം ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്ത ബോട്ടിൽസ് വരും, ഓൺ വിച്ച് ദേ വിൽ ബി ഫില്ലിംഗ് അപ്പ് ദ ഫ്ലൂയിഡ്സ്. അപ്പോൾ രണ്ടോ മൂന്നോ ടൈപ്പ് ഫ്ലൂയിഡ്സ് ആയിരിക്കും നിർത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റേജ് വരെ ദ പ്രോസസ്സ് സെയിം, എല്ലായിടത്തേക്കും ബോട്ടിൽസ് ആയിരിക്കും പോകുന്നത്. ആൻഡ് അവസാനത്തെ സ്റ്റേജിലും ഇറ്റ് വിൽ ബി ദ സെയിം. ബട്ട് ഇൻ ബിറ്റ്വീൻ ദർ ഈസ് എ ഗ്രേറ്റ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ അവിടെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇൻവെൻട്രി. ഏത് ജ്യൂസാണ് ഏത് ബോട്ടിലാണ് കയറേണ്ടത് അതിന് ഒരു വേറെ യൂണിറ്റും,
ഇപ്പം ഓറഞ്ച് ജ്യൂസ് ഒരു രീതിയിലാണെങ്കിൽ അതിന് വേറെ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ദർ ഇസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കേജിങ്ങും വ്യത്യാസം വരും. ഓറഞ്ച് ജ്യൂസിൻ്റെ പുറത്തുള്ള പാക്കേജ് ഓറഞ്ച് ജ്യൂസിൻ്റെ ലേബിൾസ് ആയിരിക്കും. ഇൻ അതർ വൺ ഇറ്റ് വിൽ ബി ചേഞ്ചിങ്. സോ അതിനെ ബേസ് ചെയ്തും നമ്മളുടെ ഇൻവെൻട്രി കൺട്രോൾ മാറി വരും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. തേർഡ് വൺ ഇസ് ദ പ്രോസസ് കേപ്പബിലിറ്റി ആൻഡ് ദ ഫ്ലെക്സിബിലിറ്റി. പ്രോസസ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോസസ്സിംഗ് ടൈം ഓഫ് ദ വേരിയസ് ഓപ്പറേഷൻസ്. റിപ്ലനിഷ്മെൻറ്റ് ലീഡ് ലെങ്ത് ഇല്ലേ, അതായിരിക്കും. അപ്പം എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻവെൻട്രി ഇല്ലാണ്ടായി, അപ്പോൾ പുതിയ ഇൻവെൻട്രി വേണം ഇത്ര നേരത്തിനുള്ള, അതിനെയാണ് നമ്മൾ റിപ്ലനിഷ്മെൻറ്റ് ടൈം അല്ലെങ്കിൽ ലീഡ് ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എന്ന് വെച്ചാൽ ഒരു മേജർ കൺസെപ്റ്റാണ് നമ്മുടെ ഇൻവെൻട്രി അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ഡിലേ ഇൻ എക്സിക്യൂഷൻ ആഫ്റ്റർ ഇഷ്യൂവൻസ് ഓഫ് എ റിപ്ലനിഷ്ഡ് ഓർഡർ. നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ കഴിഞ്ഞു, ഓർ വി ആർ ഹാവിങ് നോ സ്റ്റോക്ക് ഓഫ് ദാറ്റ്, ഓൺലി സേഫ്റ്റി സ്റ്റോക്ക് മീറ്റ് ചെയ്യാനുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. സോ വിൽ ബി കീപ്പിംഗ് എ ഓർഡർ. ഒരു ഓർഡർ കൊടുക്കും, നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണം, എന്നാൽ ഈ ക്വാണ്ടിറ്റി എത്താൻ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ എത്തണമെന്നില്ല. കുറച്ച് ദിവസങ്ങളെടുത്ത് കുറച്ച് ഡിലേ വന്നിട്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. ആ ഡിലേ ടൈമിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീരുന്ന തോന്നുന്ന ഒരു ടൈം ഉണ്ടാവും. ഇനി 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് തീരുമെന്നറിയുമ്പോൾ ഈ 5 ദിവസം തന്നെയാണ് നമ്മളുടെ ഓർഡർ റീപ്ലനിഷായി കിട്ടുന്നതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 5 ദിവസം മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യും. സോ ഓൺ ഫിനിഷിങ് ഇറ്റ്സെൽഫ് നമ്മുടെ റോ മെറ്റീരിയൽ തീരുന്ന ആ നിമിഷം തന്നെ നമുക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി വേറെ പുതിയ ഓർഡർ വന്നിട്ടുണ്ടാവും. ദാറ്റ് കവറിങ് ടൈം ഇസ് കോൾഡ് ദി ലീഡ് ടൈം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ഇൻവെൻട്രി കൺട്രോൾസ്. സിമിലർലി ഹൗ റാപ്പിഡ്ലി ആൻഡ് എക്കോണമിക്കലി എ സിസ്റ്റം ക്യാൻ അഡ്ജസ്റ്റ് ഇസ് പ്രൊഡക്ഷൻ റേറ്റ്. എത്ര വേഗത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റോ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയും ബേസ് ചെയ്തിരിക്കും നമ്മളുടെ. ദാറ്റ് ഇസ് എ ഫ്ലെക്സിബിലിറ്റി ബേസ് ചെയ്തിരിക്കും ഇൻവെൻട്രി കൺട്രോൾ. ആൻഡ് ദ ഇൻവെൻട്രി പോളിസി ഷുഡ് എയിം ടുവേർഡ്സ് എ ബാലൻസിങ് ദ പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി, capability, inventory levels and the customer service needs. These are to be seen in an inventory policy. That is the third one, process capability and flexibility influencing the inventory control. And the fourth one is the production capacity and the storage facility. നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി എത്രയുണ്ട്. നമുക്കിപ്പോൾ ഒരു റിഫൈനറി ആണെങ്കിൽ ഓയിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി എത്രയാണ്. സ്റ്റോറേജും പ്രൊഡക്ഷനും ബോത്ത് ഡിപ്പെൻസ്. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി അതിനനുസരിച്ച് മതി. നമ്മുടെ സ്റ്റോറേജ് നമുക്കൊരു 1000 ക്വിൻ്റൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഇൻവെൻട്രി നമ്മുടെ സ്റ്റോക്ക് കപ്പാസിറ്റി എങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫെസിലിറ്റി എങ്കിൽ നമ്മൾ അത്രത്തോളം ഇൻവെൻട്രീസെ സ്റ്റോക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ് ഇസ് വൺ. പിന്നെ പ്രൊഡക്ഷന് നമുക്കൊരു ടൈമിൽ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, 20 ടൺസ് ഒറ്റ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റുള്ളെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെൻട്രിയോ യൂസ് ചെയ്ത് അത് അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ. ദാറ്റ് ഈസ് the production capacity and storage facility also affect the influence the inventory control. Next one is the nature of the production system. That is number of production stages and the interaction between the various production operations. ഒരു പ്രൊഡക്റ്റ് ലൈൻ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്തു നിന്ന് വേറെ ഇടത്തോട്ട് പോകുന്ന രീതിയിലായിരിക്കും ഒരു പ്രൊഡക്റ്റ് ലൈൻ നടക്കുന്നത്. ഒരു യൂണിറ്റിലായിരിക്കും പ്രോസസ്സിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്ന വേറൊരു സൈക്കിൾ പോലെ വേറൊരു പ്രോസസ്സിലൂടെ ആയിരിക്കും. അങ്ങനെ എത്ര മാനുഫാക്ചറിങ് സ്റ്റേജസ് ഉണ്ടോ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഫോർ ദി ഇൻവെൻട്രി കൺട്രോൾ. സിമിലർലി ഇഫ് ദ മെനി ഓപ്പറേഷൻ സ്റ്റേജസ്, കുറേ ഓപ്പറേഷൻ സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം മസ്റ്റ് പ്രൊവൈഡ് സ്മൂത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഏർലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദി ഇൻവെൻട്രീസ് to fluctuations in the finished stocks. ഫിനിഷ് സ്റ്റോക്കിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഇൻവെൻട്രി കൺട്രോൾസും നടക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് വൺ. നെക്സ്റ്റ് വൺ ഇസ് ദ എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ഷോർട്ടേജ് ഇൻഫ്ലുവൻസ് ദ ഇൻവെൻട്രി കൺട്രോൾ. പക്ഷെ നമുക്ക് ഷോർട്ടേജ് ഒരിക്കലും ഉണ്ടാവരുത് ഇൻവെൻട്രിയിൽ. ഇഫ് യു ആർ ഹാവിങ് ഷോർട്ടേജ് ഇൻ കേസ് ഓഫ് ഇൻവെൻട്രി ഈ വിൽ ബ്ലോക്ക് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. പിന്നെ പ്രൊഡക്ഷൻ നടക്കാണ്ട് വരും. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയി നടക്കാൻ വേണ്ടിയിട്ട് we should have a better control over this inventory. That is the sixth one. And the next one is the organizational factors.
ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ലേബർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ, സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാപിറ്റൽസ് എത്രയുണ്ട്, അതേപോലെ ക്യാപിറ്റൽ എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്, ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തതിൽ നമുക്ക് എത്രത്തോളം ലാഭം കിട്ടി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടി, ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടും നമ്മുടെ ഇൻവെൻട്രി കൺട്രോൾസ് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറേ ഇൻവെൻട്രി വെച്ച് പ്രൊഡക്ഷൻ കുറേ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യണതിൽ അർത്ഥമില്ല. വി വോണ്ട് ടു ഹാവ് സം അതർ ഫെസിലിറ്റി ഓഫ് സം അതർ സ്ട്രാറ്റജി ടു മേക്ക് അപ്പ് ദാറ്റ് സിറ്റുവേഷൻ. അതേപോലെ ലേബർ റിലേഷൻസ് ഒന്നും പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ലേബർ റിലേഷൻ പോളിസീസ് ഒന്നും നോർമൽ അല്ലെങ്കിൽ ഓൾസോ വി മേ ഹാവ് ടു ചേഞ്ച് ദി ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം. ദാറ്റ് ഇസ് ദ 7th one. And the last one is other factors. Other factors എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ പറയാം. ഓവറോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ അതിനെയും ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ്, നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻവെൻട്രിയുടെ റേറ്റ് വളരെയധികം കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോർമലി നമ്മൾ ആ ഇൻവെൻട്രി ചില കേസിൽ വാങ്ങി വെക്കും, ചില കേസിൽ അത് വാങ്ങത്തില്ല. Because if they find that, if they have any speculation that in the next coming days the price of this inventory is going to increase, then they will purchase and stock it. In the case they feel that the product will low down, like the price of the product will slow down, they will not purchase at that right moment. They will wait for the next few more days to get an idea. That is about the inflation. അതേപോലെ സ്ട്രൈക്ക് സിറ്റുവേഷൻസ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഇതെല്ലാം ബേസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഇൻവെൻട്രി കൺട്രോൾ മാറ്റും. അതുപോലെ ഇപ്പോൾ ഒരു ഫ്ലഡോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിക്കാൻ വരും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്, അതെല്ലാം നശിച്ചു പോകും. സോ വി വിൽ ബി ഹോൾഡിങ് ഓൺ ദാറ്റ് സ്റ്റോക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെൻട്രി ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കും. ദാറ്റ് ആർ ദ സംതിങ് some factors that influence the inventory control mainly. So in total we can say there are 8 points. The first one is characteristics of the manufacturing system, second degree of specialization, process capability and flexibility, production capacity and the storage facility, nature of the production system, amount of the protection against the storage, organizational factors, and some other factors like inflation, then natural calamity, strike situation, etc. So today we have discussed the functions and also some of the factors. Now we are moving on to the major one, that is the different stock levels. ഒരു ഇൻവെൻട്രിയിൽ നമ്മൾ പറഞ്ഞു പലതിനും നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാര്യമാണ് ദ സ്റ്റോക്ക് ലെവൽസ്. The stock level is meant to know whether to send a purchase requisition. നമ്മൾ ഇനി നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ പുതിയൊരു പർച്ചേസ് റെക്വസിഷൻ കൊടുക്കണോ എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഇഫ് യു ആർ ഹാവിങ് എ കൺട്രോൾ ഓവർ ദ സ്റ്റോക്ക് ലെവൽ. സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാണ്. പല രീതിയിലുള്ള സ്റ്റോക്ക് ലെവൽസ് ഉണ്ട്. അബൌട്ട് ഐ തിങ്ക് 5 types ഓഫ് സ്റ്റോക്ക് ലെവൽസ് ഉണ്ട്. ഓക്കെ, 5 types ഉണ്ട്. അപ്പോൾ ഈ 5 typesനെ ബേസ് ചെയ്തിട്ടാണ് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും സംഭവിക്കാതെ നമ്മൾ പ്രൊഡക്റ്റിനെ മാനേജ് ചെയ്യുന്നത്. That is, over and under stockage can be reduced by having a proper stock level, of which the first one is the minimum level. First type of stock level is the minimum level. That is the minimum quantity of materials which must be maintained in hand at all times. എപ്പോഴാണെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിൻ്റെ ഇത്ര ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഉണ്ടാവണം. അതിനെയാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ലെവൽ ബിലോ വിച്ച് എ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഇസ് നോട്ട് അലൗഡ് ടു ഫോൾ. ഇതിൻ്റെ താഴത്തോട്ട് സ്റ്റോക്ക് ഒരിക്കലും കുറയരുത് മിനിമം ലെവൽ. ദിസ് ഇസ് ഓൾസോ ദസ് കോൾഡ് ദ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ഓർ ദ ബഫർ സ്റ്റോക്ക് ലെവൽ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും സേഫ്റ്റി ലെവൽ എന്ന് പറഞ്ഞത്. സേഫ്റ്റി ലെവൽ എന്ന് വെച്ചാൽ അതിന് ശേഷം പോകരുത്, അത് ലാസ്റ്റ് ലിമിറ്റാണ്. അത്രയെങ്കിലും നമ്മുടെ കയ്യിൽ അതിന് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് ദ സേഫ്റ്റി ലെവൽ ഓർ ദ ബഫർ സ്റ്റോക്ക് ലെവൽ. ഇഫ് ദ ആക്ച്വൽ സ്റ്റോക്ക് ലെവൽ ഫോൾസ് ബിലോ ദിസ് ലെവൽ, ഇതിന് താഴെ പോയാൽ നമ്മൾ പ്രൊഡക്ഷന് പിന്നെ മെറ്റീരിയൽസിന് ഡെഫിസിറ്റ് ആയിരിക്കും. സോ ദേ വിൽ ബി ഹാവിങ് എ പർച്ചേസ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് the first type, that minimal level. In minimal level also we want to check some of the factors. How to determine the minimal level of an inventory? It depends on the factors like average rate of consumption of materials.
നമ്മുടെ ആ മെറ്റീരിയൽ റോ മെറ്റീരിയൽ ആണെങ്കിലും എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ. സെക്കൻഡ്, ദ ലീഡ് ടൈം. ഒരു പുതിയ ഡെലിവറിക്ക് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഓർഡർ കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ലീഡ് ടൈം. ഇപ്പോൾ നമ്മൾ ഒരു ആമസോണിലൊരു ഓർഡർ കൊടുത്താൽ തന്നെ ദേ വിൽ ബി റൈറ്റിംഗ് സംതിങ് ലൈക്ക് 4 to 5 days വിൽ ബി ടേക്കൺ ടു ഡെലിവർ യുവർ പ്രൊഡക്റ്റ് എന്ന രീതി. അപ്പം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്, ആ ടൈം ഡിലേ ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ആ ലീഡ് ടൈമിനെയും ബന്ധപ്പെടും നമ്മുടെ മിനിമം ലെവൽ. ബിക്കോസ് മിനിമം ലെവൽ ലീഡ് ടൈമിനുള്ളിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു, പക്ഷേ നമ്മുടെ ഓർഡർ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവലായിരിക്കും പിന്നെ കുറയുന്നത്. ബിക്കോസ് ഇൻ പ്രൊഡക്ഷൻ വി വോണ്ട് ദ റോ മെറ്റീരിയൽസ്. അങ്ങനെ നോർമലി നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവലും ലോ ആയി പോകും. സോ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ റീഓർഡർ ലെവൽ. ഏത് ലെവലെത്തുമ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും മിനിമം ലെവൽ. നെക്സ്റ്റ് വൺ സ്പെഷ്യൽ അലവൻസ് ടു കവർ ദ എമർജൻസീസ്. എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ മീറ്റ് ചെയ്യാനുള്ള സ്റ്റോക്കും ഈ മിനിമം ലെവലിൽ വെച്ചിരിക്കണം. ദാറ്റ് ഈസ് എൻ എക്സ്ട്രാ പോയിൻറ്റ്. പക്ഷേ ഇത്രയും നമുക്ക് ബഫർ അല്ലെങ്കിൽ സേഫ്റ്റി എന്നത് ഇതാണെങ്കിലും വി ഷുഡ് ഹാവ് ആൻ എക്സ്ട്രാ ഫെസിലിറ്റി. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളൊരു ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ദിസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓർ ദി factors affecting or fixing the minimum level. Next one is the maximum level. That is a maximum quantity of materials which can be maintained in hand at all times. എത്രത്തോളം ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാം അതിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനേക്കാളും കൂടേണ്ട കാര്യമില്ല ഇൻ നോർമൽ കേസിൽ ഓൾവേസ് ഇറ്റ് ഈസ് റെക്കമെൻഡ് ടു ഹാവ് അപ് ടു മാക്സിമം ലെവൽ ഓഫ് ഇൻവെൻട്രീസ്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിനെന്തെല്ലാം ഫാക്ടേഴ്സാണ് ഫിക്സ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് ദ നോർമൽ ഡെലിവറി ടൈം എത്രയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ മാക്സിമം ലെവൽ. ദെൻ ദ റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ സെയിം ആസ് ദാറ്റ് ഓഫ് ദി മിനിമം ലെവൽ. എത്രത്തോളം കൺസപ്ഷൻ ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും. തേർഡ് വൺ ഇസ് ക്യാപിറ്റൽ റിക്വയർഡ് ആൻഡ് ദി അവൈലബിൾ. എത്രത്തോളം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്, അതുപോലെ എത്രത്തോളം അവൈലബിൾ ആണ് ആ ക്യാപിറ്റൽ റിസോഴ്സസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ മാക്സിമം ലെവൽ. നെക്സ്റ്റ് വൺ ഇസ് ദ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റോറേജ് പ്ലേസ്. നമുക്ക് സ്റ്റോറേജ് പ്ലേസ് കുറവാണ് അല്ലെങ്കിൽ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ലെവലിൽ കൂടുതൽ മാക്സിമം ലെവലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇൻവെൻട്രി. ഓൺ ഹാവിങ് ദ ഫിനിഷ് പ്രൊഡക്ട്സ് ഓൾസോ. ഫിനിഷ് പ്രൊഡക്ട്സും ഉണ്ട്, അതല്ലാതെ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് സേവ് ചെയ്യാൻ നമുക്ക് അത്രയും സ്ഥലം ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റോർ. നെക്സ്റ്റ് വൺ ഇസ് ദ ലോസ് ഓഫ് മെയിൻറ്റെയിനിങ് സ്റ്റോഴ്സ്. നമ്മൾ സ്റ്റോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിന് ഒരു കോസ്റ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയാണ് ഒരു സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന്. അപ്പോൾ അതിനേക്കാളും കൂടുതലാവും ഇഫ് വി ആർ ഹാവിങ് എ മാക്സിമം സ്റ്റോക്ക് ലെവൽ കൂടുതലാണെങ്കിൽ. നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ വെച്ചിരിക്കുന്നത് 1000 ക്വിൻ്റൽസ് ആണെങ്കിൽ നമുക്കുള്ളത് 750 ക്വിൻ്റൽസിൻ്റെ സ്റ്റോറേജ് പ്ലേസ് ആണെന്ന് വെച്ചോ. അപ്പം നമ്മൾ 1000 ക്വിൻ്റൽസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പിന്നെ ഒരു 250 ക്വിൻ്റൽസിൻ്റെ ഒരു സ്റ്റോറേജ് പ്ലേസും കൂടെ പർച്ചേസ് ചെയ്യേണ്ടി വരും. ബട്ട് അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 ക്വിൻ്റലിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ഉള്ളെങ്കിൽ ബാക്കി സ്പേസ് വെറുതെ പോവും. അങ്ങനെ സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്യാഷും നഷ്ടമാവുന്നുണ്ട്. ദാറ്റ് വിൽ ബി അനദർ ഫാക്ടർ ദാറ്റ് ഈസ് ടു ബി സീൻ ഓൺ ഫിക്സിങ് ദ മാക്സിമം ലെവൽ. ആൻഡ് ഓൾസോ ദ പോസിബിലിറ്റി ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ. ഇപ്പോൾ നമ്മൾ കുറേ ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചു, പക്ഷേ അതിൻ്റെ പ്രൈസ് വളരെയധികം കുറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ സ്റ്റോക്ക് വെറുതെ നഷ്ടത്തിലായിരിക്കും നമ്മളത് പിന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. സോ ടു ഹാവ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ മാക്സിമം ലെവൽ വി ഷുഡ് see some of the levels or the characters like the normal delivery time, then reorder quantity, storage space, price fluctuation, etc. And the third one is the reorder level. Reorder level is a level that is fixed between the minimum and maximum level. മിനിമം ലെവലിൻ്റെ മാക്സിമം ലെവലിൻ്റെ ഇടയിലുള്ളൊരു ടൈമിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, നമ്മുടെ അബ്നോർമൽ യൂസേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അതിൽ കുറവായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം ലെവലിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് ഒരു ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ റീഓർഡർ ലെവൽ. വെൻ ദ സ്റ്റോക്ക് ഓഫ് ദ മെറ്റീരിയൽ റീച്ചസ് ദിസ് പോയിൻറ്റ്,
ആ പോയിന്റിലാണ് നമ്മുടെ സ്റ്റോർ മാനേജർ പുതിയ പർച്ചേസ് റിക്വസിഷന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻസ് ക്ഷണിക്കുക. ആ സമയത്തായിരിക്കും അവർ പർച്ചേസ് ചെയ്യണം എന്ന് തീരുമാനം എടുക്കുന്നത്, റീ ഓർഡർ ലെവലിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് എത്തുമ്പോൾ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് അബോവ് ദി മിനിമം ലെവൽ ഓഫ് stock. And the next one is the danger level. Danger level നമുക്കറിയാം, it is just below the minimum level. മിനിമം ലെവലിൽ തൊട്ട് താഴത്തെ ലെവലായിരിക്കും. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും നിൽക്കും എന്നുള്ളതാണ് ഡേഞ്ചർ ലെവലിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് വെച്ചാൽ ദ ആവറേജ് ഓഫ് ദ മിനിമം ആൻഡ് ദ മാക്സിമം ലെവൽസ്. It is a quantity of materials handled by the storehouse on an average during a particular period. So these are the major stocks that we have discussed: minimal level, maximum, reorder, danger and average stock level. So today we have discussed the functions of the inventory control, then the factors influencing the inventory control and the stock levels. ഇത് ഇച്ചിരി ലെങ്തി ആയിരുന്നു. സ്റ്റോക്ക് ലെവൽസും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്ങും ലെങ്തി ആയതുകൊണ്ടാണ്. സോ ഫോർ ടുഡേ യു ജസ്റ്റ് വോണ്ട് ടു റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി സ്റ്റോക്ക് ലെവൽസ്. മേജർ 5 ടൈപ്പ് സ്റ്റോക്ക് ലെവൽസ് പറഞ്ഞ് അതെന്താണെന്നും അതിന് എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മാത്രം. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എഴുതി അയക്കാം, ഓർ അതർവൈസ് യു ക്യാൻ ഗീവ് എ വോയിസ് നോട്ട് ഓൺ ദ സെയിം. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. സോ താങ്ക് യു.